ശ്രീ എൻ ഷംസുദ്ദീൻ. സർ, പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് സർ ചർച്ച. ഇതിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ മണ്ണാർക്കാട് പാത്രക്കടവ് പദ്ധതി പ്രദേശം, പഴയകാലത്തുള്ളൊരു ഇലക്ട്രോ ഹൈഡ്രൽ പ്രോജക്റ്റാണ് ഈ പാത്രക്കടവ്. അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു. സർ, അതിനോട് ചേർന്ന് കാട്ടിൽ നിന്നുകൊണ്ട് കുന്തിപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അതിന് നാട്ടുകാർ പറയുന്ന പേര് കുരുത്തിച്ചാൽ എന്നാണ്. സർ, ആ കുരുത്തിച്ചാൽ പ്രദേശത്ത് DTPCയുടെ ഒരു പ്രപ്പോസലുണ്ട്. ആദ്യം അതിന് 1 കോടിയായിരുന്നു, ഇപ്പം 2 കോടിയാണ്. പക്ഷേ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി പാട്ടത്തിന് കിട്ടേണ്ട ഒരു പ്രശ്നത്തിൽ തങ്ങി അത് നിൽക്കുകയാണ്. അടിയന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ഇടപെട്ട് ഇത് കേവലം ഒരു ചോദ്യമായി കാണാതെ ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകണം. ആ പദ്ധതി എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാനുള്ള നടപടി ഉണ്ടാണ് സാർ. വർഷത്തിൽ ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു പോകാറുണ്ട്. ഈ പുഴയുടെ ഭംഗി കണ്ട് പുഴയിലേക്ക് ഇറങ്ങും, പെട്ടെന്ന് മലവെള്ളം വരും, ഇവർക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല. ഓരോ വർഷവും 2ഉം 3ഉം കുട്ടികളെങ്കിലും, അധികം ചെറുപ്പക്കാരാണ്, പോവുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സുരക്ഷ, ഈ DTPCയുടെ ഈ പദ്ധതി വന്നാൽ നല്ല സുരക്ഷാ ക്രമീകരണം ഉണ്ടാവും. അതുകൊണ്ട് ആ പദ്ധതി അടിയന്തരമായി നടപ്പാക്കാൻ മന്ത്രി ഇടപെടുമോ എന്നാണ്. സർ, വളരെ ഗൗരവത്തിൽ ഈ വിഷയം പരിശോധിക്കാം. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് പരിശോധിച്ച് ഇടപെടാവുന്നതാണ്. നമുക്ക് ഓരോ നിയമസഭാ സാമാജികരും നമ്മുടെ മണ്ഡലത്തിൽ ഇതുപോലെ സാധ്യതയുള്ളത്, അത് തദ്ദേശ വകുപ്പായോ അല്ലെങ്കിൽ മറ്റ് സഹകരണ മേഖലയായോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വനം, വൈദ്യുതി തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കാം. ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സംരംഭകരെ കൂടി കൂട്ടിയോജിപ്പിച്ച് നടത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളോ സാധ്യതകളോ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പറഞ്ഞാൽ നമുക്ക് ആ നിലയിൽ തന്നെ പരിശോധിച്ച് പോകാവുന്നതാണ്. ഇത് പ്രത്യേകം പരിശോധിച്ച് ഇടപെടാം.